ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു കുളിയൊക്കെ പാസ്സാക്കി ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് രാത്രിത്തേക്കുള്ള പണികൾ ഒതുക്കാനായിട്ടുള്ളൊരു പുറപ്പാടിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ചപ്പാത്തിയും അതിന് വേണ്ടിയിട്ട് മുട്ടക്കറിയും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ട് മുട്ട താളിച്ച് ആണ് ഉണ്ടാക്കുന്നത്. പിന്നെ മുട്ട റോസ്റ്റ്, സാധാ മുട്ട റോസ്റ്റും ഉണ്ട് കേട്ടോ, താളിക്കുന്നതല്ലാതെ പുഴുങ്ങിയതും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ ഞാനിവിടെ അരിഞ്ഞെടുക്കുവാണ്. സവാള എല്ലാം ഒരു 2 മീഡിയം സൈസിലുള്ള സവാള ഞാനിവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ 2 പച്ചമുളകും നടുവെ കീറിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അതിവിടെ എരിവ് അധികം കൂട്ടാത്തത് കൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ കീറുന്നത്. ജസ്റ്റ് ഒരു പച്ചമുളകിൻ്റെ എരിവിന് വേണ്ടിയിട്ട് മാത്രമാണ്. മുളക് പൊടി ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ടെങ്കിൽ പോലും അത്യാവശ്യം കുറേ ഒന്നും ചേർക്കാറില്ല കേട്ടോ, അത്യാവശ്യം കുറച്ച് മാത്രമേ ചേർക്കാറായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇവയെല്ലാം കൂടെ ഞാനൊന്ന് അരിഞ്ഞൊതുക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ പണി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ആൾക്കും ചായയൊക്കെ കൊടുത്തിട്ടൊക്കെ ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നേരമൊക്കെ നിന്ന് മടുത്താണ് കേട്ടോ വന്നേക്കുന്നത്. പിന്നെ ഞാനിതിന് ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഒരു തക്കാളി, 2 തക്കാളി ഞാനത് എടുത്തത്. പക്ഷേ ഒരെണ്ണത്തിൻ്റെ ആവശ്യം തോന്നിയുള്ളൂ കേട്ടോ. അരിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഒരു തക്കാളിയുടെ ആവശ്യമായിട്ട് തോന്നിയുള്ളൂ. അതുകൊണ്ട് ഒരു തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. പോരാത്തതിന് എല്ലാവർക്കും ഒരു താങ്ക്സ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് ഒരു 18 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെ ആയിരിക്കുമല്ലോ ഓരോരുത്തർ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വലിയൊരു സ്വപ്നം എനിക്കുണ്ട്. ആ ഒരു സ്വപ്നം നടത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം. അപ്പോൾ അതിന് ശേഷം ഞാൻ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചിട്ട് എണ്ണയും ചൂടാക്കി കഴിയുമ്പോഴത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയുള്ള ഒരു മിശ്രിതം ഞാൻ അതിൻ്റെ അതോടെ ഇടുന്നുണ്ട് കേട്ടോ. ഇട്ട് കഴിഞ്ഞിട്ട് അത്യാവശ്യത്തിന് ഉപ്പ്, അതൊന്ന് വയറ്റി കിട്ടാൻ പാകത്തിനൊരു ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി കൊടുത്തിട്ട് അത് ഒന്ന് വയറ്റി കിട്ടുന്നവരെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഞാൻ പൊടികൾ ചേർക്കുവാണ്. ഇവിടെ ചേർക്കുന്ന പൊടികൾ എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഞാനിവിടെ ഒരു സ്പെഷ്യൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് ചിക്കൻ മസാല എടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും മുട്ടക്കറി അതുപോലെ കടലക്കറി വെക്കുമ്പോൾ ചിക്കൻ മസാല ചേർക്കാറുണ്ട് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിന് ശേഷം ഇതിലേക്ക് ഞാൻ തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. തിളപ്പിച്ച വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കറിക്ക്. അങ്ങനെ തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ഉണ്ടോ എന്നുള്ളതൊക്കെ ടെസ്റ്റ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട്, നല്ല ഗ്രേവിയുടെ നല്ല ടേസ്റ്റുണ്ട്, നല്ല സ്മെല്ലും ആണ് കേട്ടോ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊണ്ടിട്ട്. പിന്നെ ഗരം മസാല ഇവിടെ പൊടിച്ച് തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതങ്ങനെ തിളക്കാനായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ അവിടെ 2 മുട്ട പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ താറാമുട്ടയാണ് കേട്ടോ കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. കോഴിമുട്ട ഉപയോഗിക്കുമെങ്കിലും ഇങ്ങനെയുള്ള കറികളൊക്കെ വെക്കുമ്പോഴത്തേക്കും നമ്മൾ താറാമുട്ടയാണ് ഉപയോഗിക്കാറായിട്ടുള്ളത്. അങ്ങനെ 2 മുട്ട ഞാൻ പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ 10 മിനിറ്റ് ശേഷം നോക്കുമ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് തൂക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റാണ്. അപ്പുറത്തെ സ്റ്റൗവിൽ ഞാൻ അച്ഛന് വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങിയത് കറി വെക്കുന്നുണ്ട് കേട്ടോ. ആളധികം വരുവൊന്നും കൂട്ടാത്തതുകൊണ്ടാണ് അങ്ങനെ വയ്ക്കുന്നത്. ഇനി ചപ്പാത്തിക്കുള്ള മാവ് കുഴക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട് കേട്ടോ. മാവിൽ ഞാൻ സെപ്പറേറ്റ് ഉപ്പിടാറില്ല, വെള്ളത്തിൽ തന്നെയാണ് ഉപ്പിടുന്നത്. ഉപ്പിട്ടിട്ട് ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ മാവിനുള്ള പൊടിയെല്ലാം സെറ്റാക്കി വെക്കുവാണ്. പിന്നെ ഞാൻ അടുത്തതായിട്ട് ഇതിനകത്ത് ചേർക്കാൻ വേണ്ടി പോകുന്നത് മിൽമയുടെ നെയ്യാണ് കേട്ടോ. ഞാൻ നെയ്യ് ഡയറക്റ്റായിട്ട് ഇതിനകത്ത് ചേർക്കാറുണ്ട്. ഒരു സോഫ്റ്റ്നെസ്സിനും പിന്നെ ഒന്ന് ഡ്രൈ ആവാതിരിക്കാനായിട്ടൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. നമുക്ക് പരത്താനും ഒക്കെ എളുപ്പത്തിൽ നമുക്ക് പറ്റും. നമ്മുടെ കയ്യിലൊന്നും അങ്ങനെ അധികം ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നെയ്യും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. പയ്യെ ഞാൻ കൈ കൊണ്ടിട്ട് മിക്സ് ചെയ്യാനായിട്ട് തുടങ്ങും കേട്ടോ. അങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്യാറായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ചപ്പാത്തിയുടെ മാവൊക്കെ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചെറിയ ഉരുളകളായിട്ട് എടുത്തിട്ട് വേണം നമുക്ക് പരത്തിയെടുക്കാനായിട്ട്. ഞാനപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ചും കൂടി പൊടി ഇതിൻ്റെ മേലെ ഇങ്ങനെ വിതറി കൊടുക്കാറുണ്ട് കേട്ടോ. അത് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് പരത്താനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചപ്പാത്തി എല്ലാം ആയിട്ടുണ്ട്.
പിന്നെ ഇത് ചുട്ടെടുക്കലാണ് അടുത്ത പ്രോസസ്സ്. പക്ഷേ ഈ ചട്ടിക്ക് ഭയങ്കര പഴയ ചട്ടിയാണ് കേട്ടോ ഇത്. ഇതിന് ഭയങ്കര ചൂടായത് കൊണ്ട് എനിക്ക് ദാഹിച്ചിട്ട് വയ്യായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഒരു നാരങ്ങ എടുത്തിട്ട് ഇത്തിരി നാരങ്ങളും ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ കൂടെ ആ പരിപാടി നടക്കുന്നുണ്ട്. എനിക്ക് എപ്പോഴും ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ഭയങ്കര പരിവേഷം എടുക്കാറുണ്ട്. അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല, ചൂടടിച്ചിട്ടായിരിക്കണം. അപ്പോൾ ഞാനിങ്ങനെയൊക്കെ കിടന്ന് കാണിക്കുന്നുണ്ടപ്പോഴത്തേക്കും എൻ്റെ കെട്ടിയോന് സങ്കടം തോന്നിയിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടോ. അപ്പോൾ ആളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കാറൊക്കെ ഉണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം, ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയും. അങ്ങനെ ആൾ വന്ന സമയം കൊണ്ടിട്ട് ഞാൻ അപ്പോൾ ഇതിൻ്റെ നാരങ്ങ വെള്ളം ഒന്ന് കലക്കി കുടിക്കാമെന്ന് കരുതിയിട്ട് അതിൻ്റെ പ്രോസസ്സിങ്ങിലോട്ടും കടന്നിട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ സഹായങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ചപ്പാത്തി ഉണ്ടാക്കിയത് ചേട്ടനായിരുന്നു കേട്ടോ. ആളെ വർക്ക് കഴിഞ്ഞിട്ട് വന്നതാണ്. പക്ഷേ ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടാകുമ്പോഴത്തേക്കും ആൾ എന്നെ സഹായിക്കാൻ വേണ്ടി വന്നതാണ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്തു തരാറുണ്ട്. അതെനിക്കൊരു സന്തോഷമാണ്, ഞങ്ങൾക്കൊരു സന്തോഷമാണ്. അത് ഞങ്ങളെ സഹായിക്കാനായിട്ട് ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് അതൊക്കെ ഒരു സന്തോഷമാണ് കേട്ടോ. ചേട്ടൻ ഈ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എണ്ണയൊക്കെ തേക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ അത്ര അധികം എണ്ണ യൂസ് ആക്കാറില്ല. എനിക്കങ്ങനെ അധികം ഇഷ്ടമില്ല ഓയിലായിട്ടിരിക്കുന്നത്. എനിക്ക് എപ്പോഴും ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്ന ചപ്പാത്തികളാണ് ഇഷ്ടം. പിന്നെ ആളെന്നെ സഹായിക്കാൻ വന്നത് കാരണം കൊണ്ട് നമ്മൾ കുറ്റം പറയാൻ പാടില്ലല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ്. പേര് കണ്ണൻ എന്നാണ്. ആൾക്ക് ടൈൽസിൻ്റെ പണിയാണ് കേട്ടോ. കണ്ണൻ ചേട്ടാന്ന് ഞാൻ വിളിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ വരെ ബൈ. അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ വരെ ബൈ.